ഹലോ. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ഒരു ബുള്ളറ്റ് ജേർണലിനകത്ത് ഒരു മന്തിൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നാളെ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഓഗസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഓഗസ്റ്റ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ കലണ്ടറും കൂടി ഒരു പേജിൽ എഴുതാമെന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി രണ്ടും രണ്ട് പേജിലാക്കാം. അപ്പോൾ നമ്മുടെ കലാവിരുതുകൾ കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്യുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞാനൊരു മഷ്റൂം തീമിലാണ് ഓഗസ്റ്റ് എഴുതിയത്. അതിൻ്റെ കൂടെ കുറച്ച് ലീവ്സും പൂക്കളും ഒക്കെ വരച്ചു കൊടുത്തു. പിന്നെ തൊട്ടപ്പുറത്തെ പേജിലാണ് ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ ഞാൻ വരച്ചത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗോൾസൊക്കെ എഴുതാനും ഈ ഒരു മാസത്തെ ഗോൾസൊക്കെ എഴുതാനും കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് അവിടെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ രണ്ടും രണ്ട് പേജിലാക്കിയത്. അങ്ങനെ ഇത് നല്ല കളറൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാ കളറും ഉണ്ട് നന്നായിട്ട്. പിന്നെ ഞാൻ ഗോൾസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കറാണ് എടുത്തത്. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ ഇതെന്തോരം എടുത്തിട്ടും പോരുന്നുണ്ടായിരുന്നില്ല. ആ സ്റ്റിക്കർ ഞാൻ അവിടെ ഒട്ടിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഗോൾസ് അവിടെ ബുള്ളറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതാനുള്ളൊരു ഗ്യാപ്പ് അവിടെ വിട്ടു. പിന്നെ അടുത്തത് സ്ലീപ്പിംഗ് ട്രാക്കറാണ്. നമ്മൾ ഓരോ ദിവസവും ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതിൻ്റെയും ഒരു ടൈം നമ്മൾ ഒന്ന് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നന്നായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്ലീപ്പിംഗ് ടൈമിൻ്റെ ഒരു ട്രാക്കർ വെക്കാമെന്നുള്ളത്. അപ്പോൾ അത് 15 ഡേയ്സ് ആയിട്ട് ഒരു ടേബിളാണ് വരച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണിത്. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ മൂഡ് ട്രാക്കറാണ്. നമ്മുടെ ഓരോ ദിവസത്തെ നമ്മുടെ മൂഡ് എങ്ങനെയുണ്ട്, ഹാപ്പി ആണോ, നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും ഞാനൊരു മഷ്റൂമിൻ്റെ ഒരു പിക്ചർ വരച്ചിട്ടാണ് അതും ഞാൻ ചെയ്തത്. അപ്പം മഷ്റൂമിനകത്ത് നമ്മളിങ്ങനെ വട്ടം വരക്കുമല്ലോ. അപ്പോൾ ഓരോ വട്ടവും നമ്മുടെ ഹാപ്പിനെസ്സിനെയും സാഡ്നെസ്സിനെയൊക്കെ മാർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാനതും ചെയ്തത്. പിന്നെ അതുപോലെ തന്നെയാണ് ഹാബിറ്റ് ട്രാക്കറിൻ്റെയും ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഹാബിറ്റ്സ് എല്ലാം നമുക്ക് ഇതുപോലെ ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ വീക്കിലിയാണ് ഹാബിറ്റ് ട്രാക്കർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റത്തെ വീക്കിൽ ഇപ്പോൾ 4 ദിവസമേ വരുന്നുള്ളൂ ഈ ഓഗസ്റ്റ് മാസത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 കോളമാണ് വരച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെയാണോ ഹാബിറ്റ്സ് ആഡ് ചെയ്യേണ്ടത് ആ ഹാബിറ്റ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് യോഗയും റീഡിങ് ബുക്കുമാണ്. ബാക്കിയുള്ള ഹാബിറ്റ്സൊക്കെ അതിൻ്റെ താഴെ എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.